നമസ്കാരം. എൻ്റെ പിന്നിൽ കാണുന്ന ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാനിലെ കഴിഞ്ഞ നോമ്പെടുത്ത ധാരാളം പേർ, സാമ്പത്തികമുള്ളവർ, സാമ്പത്തികം ഇല്ലാത്തവർ, സമൂഹത്തിനെ മര്യാദ പഠിപ്പിക്കാൻ നടന്നവർ, മര്യാദ പഠിച്ച് നടന്നവർ, അങ്ങനെ എല്ലാവരും കുറേ പേർ അവിടെ കിടപ്പുണ്ട്. അവർ ചിന്തിച്ചിരുന്നോ കഴിഞ്ഞ നോമ്പ് എടുക്കുന്ന സമയത്ത് അടുത്ത നോമ്പിന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, ഇവിടെ പള്ളിക്കലൊന്നും നിസ്കരിക്കാൻ ഉണ്ടാവില്ല, ഞാൻ പള്ളിക്കാട്ടിൽ അവിടെ ഖബറിൻ്റെ ഉള്ളിലായിരിക്കും, മണ്ണിൻ്റെ അടിയിലായിരിക്കും എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ തമ്മിലടിക്കണ്ടല്ലോ അല്ലേ? കുറച്ച് കാര്യങ്ങൾ നോമ്പിനെ കുറിച്ച് പറയാനുണ്ട്. നോമ്പ് എന്തിനാണ്, എങ്ങനെയാണ്, ഇതര മതസ്ഥർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ, മുസ്ലിങ്ങൾ അല്ലാത്ത വിഭാഗം നോമ്പിനെ ചിലരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ട്, ദീനിനെ തീനെന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്? ഒന്ന് പരിശോധിക്കണ്ടേ? യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യ, അല്ലെങ്കിൽ കരിച്ചതും പൊരിച്ചതും, കോഴി നിർത്തിപ്പൊരിച്ചതും, ആട് കിടത്തിപ്പൊരിച്ചതും എല്ലാം കൂടി വൈകുന്നേരം മൃഷ്ടാന്തം വെട്ടി വിഴുങ്ങി ആഘോഷം കാണിക്കുന്നതിനാണോ? ആണോ? നോമ്പ് റമദാൻ ഇഫ്താർ മീറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലേ? നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ 30 രാത്രികൾ അല്ലെങ്കിൽ 29 രാത്രികൾ എന്തായാലും ഇഫ്താർ മീറ്റുകൾ, സംഗമങ്ങൾ ഉണ്ടാവും പല ഭാഗത്തും. ഇഫ്താർ ഇനിയിപ്പോൾ കാണും. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും, BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ഇനിയിപ്പോൾ ഇഫ്താർ മീറ്റുകൾ സംഘടിപ്പിക്കും. ഈ ഇഫ്താർ സംഗമം സത്യത്തിൽ എന്താ? തീറ്റയുടെയും കൂടിയുടെയും ഒരു ആഘോഷമാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് പണം ചെലവാകുന്നത് മാസം ഏതാണെന്നറിയോ? മുസ്ലിം സമൂഹത്തിൽ ഈ റമദാനിനാണ്. അതായത് പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കുന്ന, പട്ടിണിയിൽ കഴിയുന്ന ജനങ്ങളെ സഹായിച്ചുകൊണ്ട്, അതായത് പട്ടിണി എന്താണെന്ന് അറിയുമ്പോൾ, വിശപ്പ് എന്താണെന്ന് അറിയുമ്പോൾ, തൻ്റെ ചുറ്റിനും കിടക്കുന്ന, തൻ്റെ ചുറ്റിനുമുള്ളവരുടെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അവനെ തന്നോട് ചേർത്ത് നിർത്തി അവൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയുള്ള ഒരു മനസ്സവന് വരും. ആ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ അവനവൻ്റെ ആത്മശുദ്ധീകരണത്തിന് പുറമെ ശരീര ശുദ്ധീകരണം കൂടി ഉണ്ട്. അത് സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ അതിൽ പറയാം. ഇതിലും അത് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. അത്ര നമുക്ക് നീട്ടിവിടണ്ട. സാധാരണഗതിയിൽ ഒരു നോമ്പുകാരൻ രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുന്ന ആ സമയം മുതൽ വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന വൈകുന്നേരം വരെ ജലപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും മനസ്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ദേഷ്യം, വിദ്വേഷം, പക എല്ലാം ഒഴിവാക്കണം. അതെല്ലാം നോമ്പിൽ പെടും. അല്ലാതെ ഈ വെള്ളവും ഭക്ഷണവും അതുപോലെ ചാപ്പാടും എല്ലാം കൂട്ട് ഒഴിവാക്കിയിട്ട്, വെള്ളമെല്ലാം ഒഴിവാക്കിയിട്ട്, കുടിയും വലിയും എല്ലാം കൂട്ട് ഒഴിവാക്കിയിട്ട്, മറ്റേ മോൻ അവനെ കാണട്ടെ, അവനെനിക്ക് കാശ് തരാറുണ്ട്, അവനെ ചവിട്ടണം, കുത്തണം, ഇനി അവനെ അങ്ങനെ ചെയ്യണം, അവനെതിരെ കേസ് കൊടുക്കണം, ആ കേസ് അങ്ങനെ പോകാണ്ട് ഇങ്ങനെ പോകണ്ട്, അവൻ അങ്ങനെ സാക്ഷി ഉണ്ടാക്കാണ്ട്, ഇങ്ങനെയുള്ള ചിന്തയെ കൊണ്ട് അവനെ മനസ്സിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വിഷം വിതറിയ ഒരു മനസ്സോടുകൂടി നോമ്പെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഒരു ആത്മസമർപ്പണമാണ് ശരിക്കും. ധർമ്മത്തിലേക്കുള്ള ഒരു ആത്മസമർപ്പണം, അതായിരിക്കണം നോമ്പ് എന്ന് പറയുന്നത്. അതിനാണ് ഗുണം ചെയ്യുക. അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ കുത്തി നിറച്ചുകൊണ്ട് അവന് ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? 100% ഹാപ്പിനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 25% ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ടാക്കുകയാണ്. ഒരല്പമെങ്കിലും ദേഷ്യം അവൻ്റെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 75% സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുമ്പോൾ 75 നിന്ന് 25 പോയാൽ ബാക്കി 50 സ്ട്രെസ്സാണ് അവിടെ ബാക്കി വരുന്നത്. അതുകൊണ്ട് കാര്യമില്ല. സത്യത്തിൽ ശരീരം എന്താണ്, മനസ്സെന്താണെന്ന് ചിന്തിക്കാതെ നോമ്പ് പിടിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ. ഏതായാലും നമുക്ക് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് താല്പര്യമുള്ളവർക്ക്, ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക്. നോമ്പ് എന്ന് പറയുന്നത് എന്തായാലും ശാരീരികമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം, വെള്ളം എന്നത് മിതമായിട്ട് പോകുകയാണ്. സത്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന അതൊരവസ്ഥയിൽ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നല്ല വിശപ്പ് വരും, കഠിനമായ തലവേദന ചിലർക്കൊക്കെ വരും, നല്ല ക്ഷീണം വരും, ഇതെല്ലാം വരും. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് വൈകുന്നേരം വരെ നിൽക്കുന്നത്. ഈ സമയത്ത് ഇത് ദിവസങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കോശങ്ങൾ, അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ ഓരോ 21 ദിവസം കഴിയും തോറും പുതിയ മനുഷ്യനായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെല്ലിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് 21 ദിവസം, കോശങ്ങളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ വിസർജ്യത്തിലൂടെ പോകുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണാവശിഷ്ടം മാത്രമല്ല, നമ്മുടെ സെല്ലുകളുമുണ്ട്, ചത്തടിഞ്ഞ സെല്ലുകളുമുണ്ട്. അപ്പോൾ അത്തരം സെല്ലുകൾ 21 ദിവസം പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോ സെക്കൻഡിലും നമ്മളൊരു പുതിയ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ
മൈക്രോ സെക്കൻഡിലും അത്രത്തോളം കോശങ്ങൾ വേർതിരിച്ചു പോകുന്നുണ്ട്, ചത്ത കോശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ ശരീരത്തിലെ രോഗാതുരമായിട്ടുള്ള കോശങ്ങൾ. ഇവിടെ മര്യാദയ്ക്ക് ഫുഡ് കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കോശങ്ങളും മറ്റു കോശങ്ങളുമായിട്ടുള്ളതിനെ തിന്നുകൊണ്ട് അതിനെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് എനർജി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരും. അതാണ് ഉണ്ടാകൽ ഇവിടെ. അതായത് ശരീരശുദ്ധി വരുത്തും. ശരീരത്തിൽ കേടുവന്ന ഭാഗങ്ങൾ, കോശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കേടുവന്ന കോശങ്ങളൊക്കെ നശിച്ച് നല്ല കോശങ്ങളൊക്കെ ഉണ്ടായി അതിന് ഈ ഒരു അവസ്ഥ, ഈ ഒരു 30 ദിവസം അതിന് ഉപകരിക്കും. അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ 2-3 ദിവസം വലിയ ക്ഷീണം വരുന്നത്. ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് കിട്ടുന്നില്ല. പണിയെടുക്കാതെ ഇങ്ങനെ തിന്നുകയാണല്ലോ ഇരുന്ന ശരീരത്തെ സംബന്ധിച്ച് ഇങ്ങനെ തിന്നുക. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നല്ല ക്ഷീണം വരും. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരം അതുമായിട്ടൊന്ന് മാച്ചാവും. ഇനി കിട്ടാൻ സാധ്യതയില്ല, ഇനി നമ്മൾ സ്വയം ഉണ്ടാക്കിയേ പറ്റൂ, നയിച്ചുണ്ടാക്കിയേ പറ്റൂ, ഇനി പണിയെടുക്കാതിരുന്നിട്ട് കാര്യമില്ല, സ്വയം പണിയെടുത്ത് കളയാമെന്ന് നമ്മുടെ കോശങ്ങളെ തീരുമാനിക്കുന്നു. അങ്ങനെ മടിയന്മാരായിരിക്കുന്ന രോഗവാഹകരായിട്ട് അല്ലെങ്കിൽ രോഗം പടർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരകോശങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇവൻ നമുക്ക് പണി തരും. പണി തന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് അവരെ അങ്ങ് തീർക്കാം എന്ന് കരുതിയിട്ട് അത്തരം അവസ്ഥകളെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ശ്രമിക്കും. അങ്ങനെ നമ്മൾ ശാരീരികമായി നല്ല ആരോഗ്യമുള്ള ആൾക്കാരായി മാറും. അതാണ് നമ്മുടെ ശാരീരികമായി ഉണ്ടാകുന്ന ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നത്. മാനസിക ശുദ്ധീകരണം എന്ന് പറഞ്ഞാലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ് ഇതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് സമാധാന കാംക്ഷികളായി, കുക്ഷികളായി അങ്ങനെ ഇരിക്കും. കാണുന്നവരോട് പോടാടാശയെന്ന് വിളിക്കുന്ന ഒരു ശീലം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കും. അതുപോലെ ചുറ്റിനും ഒന്ന് നോക്കും, തൻ്റെ ജീവികൾ പട്ടിണി കിടക്കുന്നുണ്ടോ, അവരെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കും. കിട്ടുന്നതിൽ ഓഹരി കൊടുത്ത് അവരെയും കൂടി തന്നിലേക്ക് ചേർക്കാൻ ശ്രമിക്കും. അങ്ങനെ മാനസികമായും ഒരു സംതൃപ്തി ഉണ്ടാകും. അങ്ങനെ ശാരീരികവും മാനസികവുമായ ഒരു സംതൃപ്തി ഉണ്ടാകുമ്പോൾ അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്ന ഒരു തലത്തിലേക്ക് അവൻ എത്തും, ഒരു മനുഷ്യനായി തീരും. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതിൽ ജാതി മതമൊന്നുമില്ല. ഒരു മുസ്ലിം എന്ന് പറയുന്നത്, എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം എന്ന് പറയുന്നത് സർവശക്തനായ ജഗന്നിന്ദമായ പരമേശ്വരനെ, ജഗദീശ്വരനെ ദൈവമായി മനസ്സിലാക്കി അംഗീകരിക്കുകയും ധർമ്മനിഷ്ഠ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് മുസ്ലിം. അറബിയിൽ വിളിക്കുന്ന പേര്. അങ്ങനെ ഒരു മനുഷ്യനെ അറബിയിൽ വിളിക്കുമ്പോൾ അവനെ മുസ്ലിം എന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് മുസ്ലിം എന്ന് വിശ്വസിക്കുന്നില്ല. പോട്ടെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ വിഷയം വിടാം. ഇവിടെ മുസ്ലിങ്ങളെ മാത്രം എടുക്കാം. ഇപ്പൊ എടുത്ത മുസ്ലിങ്ങളെ മാത്രം എടുക്കാം. അവർ ഇങ്ങനെയാണോ, ഞാൻ ഈ പറഞ്ഞ രീതിയിലാണോ നോമ്പെടുക്കുന്നത്? അല്ല, ബഹുഭൂരിപക്ഷവും അല്ല. നോമ്പ് എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷണ ആഘോഷങ്ങളുടെ, വൈവിധ്യങ്ങളുടെ കോടികൾ ചെലവാക്കി തൂത്തടിക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നോമ്പ് എന്ന് പറയുന്നത്. പ്രവാചകന്റെ കാലത്തോ അല്ലെങ്കിൽ അതിനുള്ള ശേഷമുള്ള കുറെ കാലങ്ങളിലോ കേവലം ഒരു കാരയ്ക്ക എന്ന് പറഞ്ഞ ഒരു ഈത്തപ്പഴം, ആ ഒരു ഈത്തപ്പഴം കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിരുന്ന അതാണ്. ഒരു ലേശം ഒരു പീസ് എടുത്ത് കഴിക്കും, വൈകുന്നേരം അതിന്റെ ബാക്കി കഴിക്കും. അപ്പോൾ ഈ ഒരു അത് മാത്രമേ ഉള്ളൂ എന്ന്. ആ നിലയിൽ ഭക്ഷണം കഴിച്ചിരുന്നവർക്ക് അവരുടെ ശുദ്ധീകരണത്തിനും ശരീര ശുദ്ധീകരണത്തിനും പറ്റിയിരുന്നു അത് അക്കാലത്ത്. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ വീടുകളൊന്ന് എടുത്ത് നോക്ക്, വേണ്ട, നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളൊന്ന് നോക്ക്. സോഷ്യൽ മീഡിയ പേജുകളിൽ റമദാനുമായി ബന്ധപ്പെട്ട്, റംസാനും നോമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന വിഭവങ്ങളുടെ ഫോട്ടോയാണ്. മനസ്സിലായില്ലേ? വിഭവങ്ങളുടെ ഫോട്ടോയാണ്. നോമ്പിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നോമ്പിന്റെ സമുദ്ധീകരണത്തിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഭക്ഷണ വൈവിധ്യങ്ങളെ കുറിച്ചാണ്. സമോസ, പതിര്, അത് ഇത്, കോഴി പൊരിച്ചത്, കാട പൊരിച്ചത്, ചെമ്മീൻ കോല് കുത്തിപ്പൊരിച്ചത്, ആടിനെ നിർത്തിപ്പൊരിച്ചത്, ഒട്ടകത്തെ കിടത്തിപ്പൊരിപ്പിച്ചത്, ഇങ്ങനെ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു കാലമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഈ റമദാൻ എന്ന് പറയുന്ന നോമ്പ് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. രാവിലെ ഒരു 4:30 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇപ്പോൾ ഒരു 5:30 മണിയോട് കൂടിയാണ് ബാങ്ക് കൊടുക്കുന്നത്. 4:30 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് മൂക്ക് മുട്ട വെട്ടി അങ്ങോട്ട് തിന്നും. ഫുള്ളങ്ങോട്ട് തിന്നു കഴിഞ്ഞു. പിന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നവൻ ഉറങ്ങും, ഇല്ലാത്തവൻ ഉറങ്ങൂല. എന്നിട്ടൊരു 11-12 മണിയാകുമ്പോൾ കണ്ണും ചെമ്മി ഇങ്ങനെ നോമ്പിന്റെ ക്ഷീണവുമായിട്ട് പള്ളീന്റെ വാതിൽക്ക് ചെന്ന് ഇങ്ങനെ ഇരിക്കും. അത് രാവിലെ തിന്നതിന്റെ ക്ഷീണം നമ്മുടെ ശരീരത്തിന് പറ്റാഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ പിന്നെ വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കും. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിക്കുന്നു, പിന്നെ കുറച്ച് കാരയ്ക്ക, കുറച്ച് ബാക്കിയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ വത്തയ്ക്ക, തണ്ണിമത്തൻ, അതൊക്കെ മുറിച്ച് അതുകൊണ്ട് കയറ്റുന്നു.
പിന്നെ സമോസയോ അതുപോലെ മറ്റെന്തെങ്കിലും ചെറിയ ചില എണ്ണക്കടികളൊക്കെ ഉണ്ടാകും. അതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഏകദേശം പള്ള നിറയും. പിന്നെ എന്തെങ്കിലും ജ്യൂസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവും, അതൊരു 2 അങ്ങോട്ട് കഴിക്കും. അങ്ങനെ പള്ള നിറച്ചകത്ത് അങ്ങോട്ട് കയറ്റും. പള്ള നിറച്ച് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഒരു ചായ കൂടിയാണ്. ഏത് നോമ്പ് തുറന്നിട്ടുള്ള ചായ കൂടി. അതിന് പത്തിരി ആയിരിക്കും മിക്കവാറും മലബാർ മേഖലയിൽ പത്തിരി ആയിരിക്കും ഉണ്ടാക്കുക. പത്തിരി എന്ന് പറഞ്ഞാൽ നൈസ് അരി പൊടി കൊണ്ട് നൈസായിട്ട് ഉണ്ടാക്കിയിട്ട് പത്തിരി. അതൊരു 10-20 അങ്ങോട്ട് തിന്നും. അതിൻ്റെ മാത്രം കോഴിക്കറി ഉണ്ടാവും, ചിലപ്പോൾ പോത്ത് പൊരിച്ചതായിരിക്കും, അങ്ങനെ എല്ലാം ഉണ്ടാവും. ലാവിഷായിട്ട് ചായ അങ്ങോട്ട് കുടിക്കും. അത് ഏകദേശം ഒരു 7-7:30 മണിയോട് കൂടി, അതായത് നേരത്തെ ആ കുടിച്ചിട്ടുള്ള കാരക്കയും വത്തക്കയും അതെല്ലാം അപ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ അടിച്ച് മൂക്കുമുട്ട അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് പള്ള നിറച്ചങ്ങോട്ട് കയറ്റും. കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇശാ നിസ്കാരം, പിന്നെ തറാവീഹ് നിസ്കാരം, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അത് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വന്നിട്ട് പിന്നെയാണ് തീറ്റ. ബിരിയാണി ആയാലും മന്തി ആയാലും ഇപ്പോൾ അതൊക്കെയാണല്ലോ ഫാഷൻ. അതെല്ലാം കൂടെ അടിച്ചങ്ങോട്ട് കയറ്റും. എത്രത്തോളം അടിച്ച് കയറ്റാൻ പറ്റുമോ അത്രത്തോളം അടിച്ചങ്ങോട്ട് കയറ്റും. കാര്യം പകല് ഭക്ഷണം കഴിക്കാത്തതല്ലേ, അതുകൊണ്ട് മൂക്കുമുട്ട അടിച്ചങ്ങോട്ട് കയറ്റും. സാധാരണ 11 മാസങ്ങളിൽ നമ്മളെ വീട്ടിൽ ചെലവഴിക്കുന്ന ഭക്ഷണ ചെലവിനേക്കാൾ അതിന്റെ ഇരട്ടിയോ ചിലപ്പോൾ അതിന്റെ ഇരട്ടിയോ തുക നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഈ നോമ്പിന് ചെലവഴിക്കും. ഈ നോമ്പിന് വല്ല അർത്ഥവുമുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, കാണുന്നത് ഒരു കൽക്കെട്ട് കാണുന്നില്ല, ഈ കൽക്കെട്ട് കാണുന്നില്ല, അത് ഖബർസ്ഥാൻ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി, ഈ അടുത്ത കാലത്ത് കെട്ടിയതാണ്. ഈ കാണുന്നതൊക്കെ ഖബർസ്ഥാനാണ്. ഓക്കെ, കാണാം, ഞാൻ സൂം ചെയ്യുന്നില്ല, ഇതൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഖബർസ്ഥാനാണ്. അപ്പോൾ ഇവിടെ അന്തി ഉറങ്ങുന്നവരോട് നിങ്ങൾ ചോദിക്കണം, ഇങ്ങനെ നോമ്പെടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, ഖബറിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ഒന്ന് ചോദിക്കണം. ഇതാണ് ഇവിടുത്തെ നോമ്പ്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വന്നാലോ? ഈ പറയുന്ന പാർട്ടികളെല്ലാം ഇഫ്താർ മീറ്റുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട്, നോമ്പെടുക്കുന്നവരോട് എന്തോ ഒരു വല്ലാത്ത ഒരു സ്നേഹം അങ്ങോട്ട് കൂടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി. അങ്ങനെ എല്ലാവരും നോമ്പുള്ളവനും ഇല്ലാത്തവനും എല്ലാം മൂക്കുമുട്ട തിന്നുന്ന ഒരു പരിപാടിയാക്കി മാറ്റും. ചുരുക്കം പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു എന്താ പറയുക, അത്രത്തോളം പണം ധൂർത്തടിക്കുന്നതിന്റെ, ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന്റെ ഒരു ആഘോഷത്തിന്റെ ദിനങ്ങളാണ് എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. വേറെ നിവൃത്തിയില്ല, പറയേണ്ടത് ആരെങ്കിലും വിളിച്ച് പറയണ്ടേ. നോമ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയാണോ ആഘോഷിക്കേണ്ടത്? ലളിതമായ ഭക്ഷണം, ലളിതമായ ജീവിതം, അല്ലേ? സാധാരണ 11 മാസവും നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ അല്ലാതെ ഒരല്പം ലളിതമായിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച്, ആഡംബരമൊക്കെ ഒന്ന് കുറച്ച്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ആ അവസ്ഥകളൊക്കെ ഒന്ന് ഇല്ലാതാക്കി, മറ്റ് കഷ്ടപ്പെടുന്നവരെയും നമ്മളിൽ സാമ്പത്തികമായി താഴ്ന്നവരെയും മറ്റുള്ളവരെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ എങ്ങനെയാണ് ഒരു മനുഷ്യനാകേണ്ടത് എന്ന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട മാസമല്ലേ ഈ നോമ്പ് എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിക്കുക, നോമ്പിന്റെ 2ാമത്തെ ദിവസം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ തുടങ്ങി എന്ന് പറയും. അതുകൊണ്ട് 2ാമത്തെ ദിവസം ഇന്നലത്തെ ദിവസം നിങ്ങൾ ഫുഡ് കഴിച്ചത്, ഇന്ന് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വൈകുന്നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് സെറ്റാക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ മാസം ഇതേ ദിവസം ചെലവഴിച്ച്, അല്ലെങ്കിൽ നോമ്പിന് തൊട്ട് തലേ ദിവസമോ തലങ്ങി തലേ ദിവസമോ ചെയ്തതുപോലെയാണോ? ആഡംബരമായിട്ടാണോ? ചിന്തിക്ക്. എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? ആരെ കാണിക്കാനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്? ഒന്ന് ആലോചിക്കണ്ടേ? നോമ്പെടുക്കുന്നവരോടാ, അത് ആരായാലും. Different angles. Don't forget to subscribe and support this channel.